കഴിഞ്ഞ 2 ദിവസമായി നടന്ന സംസ്ഥാന സമിതി യോഗത്തിന് തൊട്ടു പിന്നാലെ വിശാലമായ യോഗം വിളിക്കാനാണ് CPIMന്റെ തീരുമാനം. നല്ല കാര്യമാണ്. പരാജയം തിരിച്ചറിഞ്ഞു, വീഴ്ചകൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും പാർട്ടി നേരെയുള്ള വഴിക്ക് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയാണ് അണികൾക്കുള്ളത്. കാരണം തെറ്റ് തിരുത്താൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീഴ്ചകൾ എവിടെയാണ് ഉണ്ടായതെന്ന് കൃത്യമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു. പാർട്ടിയുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയ കമ്മിറ്റി തലങ്ങളിൽ നടത്തിയ ചർച്ചകളുടെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ എത്തിയത്. ആ റിപ്പോർട്ടിനോട് പല നേതാക്കന്മാർക്കും വിയോജിപ്പുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ ചില തിരുത്തലുകൾ വേണം എന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ ചില നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എങ്കിൽ തന്നെയും പാർട്ടി നേതൃത്വം ഉണ്ടായ തെറ്റുകൾ തിരുത്താൻ തയ്യാറായത് തന്നെ ഒരു വലിയ സംഭവമായിട്ട് കണക്കാക്കാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ തിരുത്തി ഇനി മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെറ്റുകളെല്ലാം തിരുത്താൻ തയ്യാറായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വീഴ്ചകൾ ഉണ്ടായി എന്ന് സംസ്ഥാന സമിതിയിൽ നേതാക്കൾ തന്നെ സമ്മതിച്ചു. പ്രത്യേകിച്ചും കണ്ണൂരിൻ്റെ കാര്യത്തിൽ. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. ഉരുക്കുകോട്ടയാണ്. അവിടെയാണ് 2 ഇടങ്ങളിൽ പാർട്ടി വിമതർ ജയിച്ചത്. പാർട്ടിയുടെ ഉരുക്കുകോട്ടയിൽ, അതും വിജയം പ്രതീക്ഷിച്ചിരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിൽ. അതുതന്നെയായിരുന്നു പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി. പക്ഷേ പാർട്ടി എപ്പോഴും പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. വിശാലമായ സംസ്ഥാന സമിതി യോഗത്തിലേക്കാണ് പാർട്ടി പോകുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായ ഒരു യോഗം. അവിടെ വെച്ച് പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ കൃത്യമായി ചർച്ച ചെയ്യും. ആ ചർച്ചകൾക്ക് ശേഷം എങ്ങനെ പാർട്ടി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പാർട്ടി ഒരു പ്ലീനം വിളിക്കാനൊന്നും തയ്യാറാകത്തില്ല. അതിൻ്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ് നേതാക്കന്മാർ തന്നെ പറയുന്നത്. കാരണം ഈ വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ച് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേതൃത്വത്തിന് നേരെ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്ലീനത്തിനപ്പുറം തൽക്കാലം ഒരു സംസ്ഥാന സമിതി യോഗം കൊണ്ട് എല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും, അത് ഉറപ്പാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നു, കണ്ണൂരിൽ വീഴ്ചയുണ്ടായി, സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുകൾ പറ്റി. ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ആ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ടിയുടെ കീഴ്ഘടകം മുതലുള്ള ശക്തിപ്പെടുത്തലിൻ്റെ സമയങ്ങളാണ്. അതിന് വലിയ സമയമുണ്ട്. കാരണം ഇനി അടുത്ത സമയത്തൊന്നും തിരഞ്ഞെടുപ്പുകളൊന്നും തന്നെയില്ല. പാർട്ടിക്ക് ആലോചിച്ച് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. പദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിയും. ശക്തിപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നേതാക്കന്മാർക്ക് തന്നെ അറിയാം. ചില തെറ്റുകൾ സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ഒഴുക്ക്, ആ ഒഴുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുണ്ട്. അത് അവർ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും പാർട്ടിക്ക് ഒരു പക്ഷേ അമിത ആത്മവിശ്വാസമായിരിക്കാം ഇങ്ങനെ ഒരു പരാജയത്തിന് പിന്നിൽ എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. 3ാം വട്ടവും ഭരണമുറപ്പ് എന്ന് അമിതമായി വിശ്വസിച്ചു പോയി. ആ വിശ്വാസമാണ് ഈ പരാജയത്തിലേക്ക് വഴിവെച്ചതെന്ന് ചില നേതാക്കന്മാർ പറയുന്നു. എന്തായാലും ചർച്ചകൾ വലിയ തരത്തിൽ നടന്നു. ചർച്ചകൾക്ക് ശേഷം ഒരു വലിയ വിശാലമായ മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പാർട്ടിയെ ശരിയായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും. ചില മുതിർന്ന നേതാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ആ വിയോജിപ്പുകളൊക്കെ സംസ്ഥാന സമിതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ തന്നെയും ചില ആളുകൾ പാർട്ടിയെ വല്ലാത്ത തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതിൽ ചില സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു.
അവരെ എതിർക്കേണ്ട സമയത്ത് എതിർക്കാതിരുന്നതാണ് പാർട്ടിക്ക് ദോഷം ചെയ്തത്. ഇപ്പോൾ അത് പാർട്ടിക്ക് മനസ്സിലായി. അത്തരം ആളുകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യും. ഒപ്പം വലിയ തരത്തിൽ മതപരമായ കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്ന ചില സംഘടനകളെ തള്ളിപ്പറഞ്ഞത് നന്നായി എന്ന് ചിന്തിക്കുന്നുണ്ട്. ലീഗിനെതിരെ കാര്യങ്ങൾ കടുപ്പിക്കണം എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് നേരത്തെയും ആകാമായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായപ്പോഴേക്കുമായിരുന്നു ഇപ്പോൾ പുതിയ ചിന്തകൾ വന്നിരിക്കുന്നത്. ചിലരെ തള്ളിപ്പറയുവാൻ. തള്ളിപ്പറയേണ്ട സമയങ്ങളിൽ തള്ളിപ്പറയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദോഷം വന്നു പറ്റിയത് എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പാർട്ടി വിമർശന വിധേയമാകുമ്പോൾ മാത്രമേ നേരായ വഴിയിലൂടെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നേതാക്കന്മാർക്കും അറിയാം. അല്പം അമിതമായ ആത്മവിശ്വാസമാണ് ചില തെറ്റുകളിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് എല്ലാ നേതാക്കന്മാർക്കും ഉള്ളത്, പ്രത്യേകിച്ചും CPIM-ൻ്റെ നേതൃനിരയിലുള്ളവർക്ക്. ദേശീയ ജനറൽ സെക്രട്ടറി പോലും ഈ വിഷയങ്ങളിൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് ചർച്ചകൾ നടത്തിയത്. പക്ഷേ സംസ്ഥാനത്തെ പാർട്ടിയുടെ താഴെ തട്ടിൽ ഇനി ചർച്ചകളുണ്ടാവും. ആ ചർച്ചകളിൽ സജീവ പരിഗണന പാർട്ടിയുടെ വളർച്ച തന്നെയായിരിക്കും. അതിനുള്ള നീക്കമാണ് പാർട്ടിയുടെ പല നേതാക്കന്മാരും നോക്കുന്നത്. അതിനുള്ള നീക്കമാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ ഒരു നീക്കം തുടങ്ങിയിരിക്കുന്നു, അതും ശരിയിലേക്കുള്ള വഴിയിലേക്ക്. അത് വരും ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷകളാണ് നേതാക്കൾക്ക് നൽകുന്നത്, ഒപ്പം അണികൾക്ക് നൽകുന്നത്.